ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് തിമിരം എന്ന മലയാള മൂവിയാണ്. പ്രായമായ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന കുറെ മോശപ്പെട്ട കാര്യങ്ങൾ, ആ മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് അയാൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയും, ഇതിനെക്കുറിച്ചാണ് ഈ മൂവി പറയുന്നത്. അപ്പൊ ഈ മൂവിന്റെ കഥ അറിയാൻ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെങ്കിൽ നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്നു. ഒരു വീട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മ. ഈ സമയം അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിക്ക് മാത്രം 2 മീൻ കൊടുക്കുവാണ്, പെൺകുട്ടിക്ക് ഒരെണ്ണേ കൊടുക്കുന്നുള്ളൂ. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയല്ലേ, അവൻ 2 തിന്നട്ടെ, പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് ഒരെണ്ണം മതി, ആ ഒരു ചിന്താഗതിയിലാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ആ 2 കുട്ടികളും കൂടി കളിക്കുവാണ്. അപ്പൊ ആ ചെക്കൻ കൊച്ച് ആ പെൺകൊച്ചിനെ തല്ലുന്നു. അവനാണ് അവളെ ഉപദ്രവിക്കുന്നതെങ്കിലും ഇത് കണ്ടുകൊണ്ട് വരുന്ന അമ്മ ആ പെൺകൊച്ചിനെ വഴക്ക് പറഞ്ഞ് അവളെയാണ് തല്ലുന്നത്. പ്രശ്നം ഉണ്ടാക്കിയത് ആ ചെക്കൻ കൊച്ചാണെങ്കിലും അവനോട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. അതുപോലെ അടുത്ത സീനിൽ ആ പയ്യൻ പെണ്ണുങ്ങളെ കുളിക്കുന്ന കുളിക്കടവിൽ പോയി അവര് കുളിക്കുന്നതെല്ലാം നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി ആ പയ്യൻ കുറച്ച് വളർന്നു വലുതാവുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ ടീനേജ് പ്രായമുള്ള അവൻ ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും കൂടി കിടപ്പറ പങ്കിടുന്നതും അങ്ങനെ ഒളിഞ്ഞു നോക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി ആ പയ്യൻ വളർന്നു വലുതായി പ്രസന്റിൽ ഒരു കിളവനായി മാറിയിരിക്കുന്നു. ഇയാളാണ് നമ്മുടെ മൂവിലെ നായകൻ. പ്രായം ഇത്ര ആയതുകൊണ്ട് തന്നെ അയാളുടെ കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കൊന്നും കറക്റ്റ് ആയിട്ട് കാണത്തില്ല. കണ്ണിനൊക്കെ പ്രശ്നമാണ്. ഇത്രയും വയസ്സായി, ഇപ്പോഴെങ്കിലും അയാൾ മര്യാദയ്ക്കാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കും. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. പണ്ടത്തെ അയാളുടെ കുസൃതികളൊക്കെ ഇപ്പോഴും അയാളുടെ കയ്യിലുണ്ട്. ഇപ്പൊ കണ്ണ് കാണിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വരുന്ന അയാള് എതിരിയിരിക്കുന്ന ഒരു പെണ്ണിനെ നോക്കി സൈറ്റ് അടിക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് അയാളുടെ കണ്ണ് ഡോക്ടർ ചെക്ക് ചെയ്യുവാണ്. തിമിരം ബാധിച്ചുകൊണ്ടാണ് കണ്ണ് ശരിക്കും കാണാത്തത്. ഒരു ഓപ്പറേഷൻ ചെയ്താലേ കാഴ്ച ശരിയാവുള്ളൂ എന്നൊക്കെ ഈ സമയത്ത് ഡോക്ടർ പറയുന്നു. അങ്ങനെ ഡോക്ടറെ എല്ലാം കണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയം അവിടേക്ക് അയാളുടെ മകൻ വരുന്നു. ഒരു സിനിമ ഡയറക്ടർ ആവണമെന്നാണ് ഇയാളുടെ മകന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവൻ അതിനുവേണ്ടി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അച്ഛനോട് അവൻ ഡോക്ടർ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അയാൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം മകൻ അവിടുന്ന് അയാളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി കാണിക്കുന്നു. ഇപ്പൊ നായകൻ അയാളുടെ മകന്റെയും മരുമകളുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. മകന്റെ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ മകനോട് പറയുകയാണ്, ഡോക്ടർ പറഞ്ഞ പോലെ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, കണ്ണിന് കാഴ്ചയില്ലാത്തത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇത് കേൾക്കുന്ന മകൻ പൈസയ്ക്ക് എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കിയിട്ട് ഓപ്പറേഷൻ എത്രയും വേഗം നടത്താമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മരുമകളാണെങ്കിൽ ഇയാളുടെ പാത്രത്തിൽ എന്തോ ഫുഡ് കൊണ്ടിട്ട് കൊടുക്കുന്ന സമയം അയാളത് തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കണ്ടില്ല, ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇയാളൊരു മുൻകോപിയാണ്. ഇതുപോലെ നിസ്സാര കാര്യം മതി അയാൾ ഈ രീതിക്കൊക്കെ പ്രതികരിക്കാൻ. അത് മാത്രമല്ല, പെണ്ണുങ്ങളോടുള്ള അയാളുടെ പെരുമാറ്റവും അത്ര നല്ലതല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ കൂടിയാണ് അയാൾ. അവരെ തെറ്റായ രീതിയിൽ നോക്കുകയോ തെറ്റായ രീതിയിൽ അവരെ സ്പർശിക്കുകയും അങ്ങനെ പല പരിപാടികൾ ഇയാൾ ചെയ്യാറുണ്ട്. അങ്ങനെ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത ദിവസം രാത്രി നായകന്റെ മകൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയം നായകൻ അവനോട് ചോദിക്കുവാണ്, എന്തായാലും ഓപ്പറേഷന്റെ പൈസന്റെ കാര്യം എന്തെങ്കിലും റെഡി ആയോ എന്ന്. ഇല്ല, ഞാൻ നോക്കുന്നുണ്ട്, എത്ര വേഗം റെഡിയാക്കി തരാന്ന് ഈ സമയം മകനും പറയുന്നു. അടുത്ത ദിവസം നമ്മുടെ നായകൻ ടൗണിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ട്. ഈ സമയം അയാള് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡി നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ ഇപ്പൊ അവളുടെ അടുത്ത് ചെന്ന് റേറ്റ് എത്രയാന്ന് അയാൾ ചോദിക്കുവാണ്. അവള് റേറ്റ് പറയുന്ന സമയത്ത് അയാൾക്ക് അതൊക്കുന്നില്ല. അയാൾ കുറച്ചു നേരം അവളോട് വില പേശി നോക്കുന്നു. എന്നാൽ അവള് സമ്മതിക്കില്ല എന്ന് വരുമ്പോ, ശരി നീ പറഞ്ഞ പണം തരാം, കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവളെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് പോകുന്നു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയം റേറ്റിന്റെ കാര്യത്തിനെ ചൊല്ലി അവർ തമ്മിൽ വഴക്കാവുന്നു. ഈ സമയം ലേഡി അയാളോട് പറയുവാണ്, എടാ കിളവാ, മര്യാദയ്ക്ക് താൻ ആ പൈസ നന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ പ്രായത്തിലും തന്റെ കയ്യിലിരിപ്പ് ഇങ്ങനത്തെയാണെന്നുള്ളത് ഞാൻ തന്റെ വീട്ടുകാരെ അറിയിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ നായകൻ ഒന്ന് പേടിക്കുന്നു. അങ്ങനെ സൈലന്റ് ആയി നായകൻ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് എത്തി ഉറങ്ങാൻ കിടക്കുന്ന നായകൻ വൈഫിനോട് ഓപ്പറേഷന്റെ കാര്യങ്ങളെ പറ്റിയെല്ലാം പറയുവാണ്. മകനോട് ഓപ്പറേഷന് പണം എത്ര വേഗം റെഡിയാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്നാൽ അത് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ഒരു പരാതി പോലെയാണ് വൈഫിനോട് അതെല്ലാം പറയുന്നത് അയാൾ. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത ദിവസം നായകന്റെ മകൻ ഒരു പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. ഒരു ഡയറക്ടർ ആവുക എന്നുള്ളതായിരുന്നല്ലോ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ പ്രൊഡ്യൂസറെ കണ്ടാവാൻ കഥ പറയുന്നുണ്ട്. എന്നാൽ പ്രൊഡ്യൂസർക്ക് കഥ ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അത് റെഡി ആവുന്നില്ല. ഇതേ സമയം നായകനാണെങ്കിൽ വീണ്ടും ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ എത്ര വേഗം റെഡിയാക്കാന്നൊക്കെ പറയുവാണ്. എന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. പ്രധാനമായിട്ടും അയാൾക്ക് ഷുഗർ കുറച്ച് കൂടുതലായിരുന്നു. അതാദ്യം നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരണം. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അപ്പൊ ഇനി ഓപ്പറേഷൻ വൈകോ എന്നുള്ള രീതിയിൽ അയാൾ സങ്കടപ്പെടുന്നു. പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച കിട്ടിയാലല്ലേ അയാൾക്ക് തോന്നുന്ന കളിയെല്ലാം കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി കാണിക്കുന്നു. അയാളിപ്പോ വീട്ടിലേക്ക് എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളത്തിന് ചൂടില്ലാന്നും പറഞ്ഞ് ഇത് ചൂടാക്കൊണ്ട് വരാൻ അയാൾ അയാളുടെ വൈഫിനോട് പറയുന്നു. അങ്ങനെ അയാളുടെ ഭാര്യ അത് ചൂടാക്കാൻ വേണ്ടി പോകുന്ന സമയം മകന്റെ കുട്ടി കരയുവാണ്. അപ്പൊ അവരാ കൊച്ചിനെ എടുക്കുന്നു. ഈ സമയം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം വെള്ളം ചോദിച്ചല്ലേ എന്ന് വിചാരിച്ച് മകന്റെ ഭാര്യ അത് ചൂടാക്കി കൊണ്ടേ കൊടുക്കുന്നു. ഈ സമയം അയാൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അയാൾ ആ വെള്ളം തട്ടിമറിക്കുന്നു. എന്നിട്ട് ഭാര്യനോട് ചൂടാവുകയാണ്, ഞാൻ നിന്നോടല്ലേ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞേ, നീ എന്തിനാ അത് അവളെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അയാളുടെ ഈ പെരുമാറ്റം എല്ലാം കാണുന്ന സമയത്ത് മരുമകൾക്ക് ആകെ സങ്കടം തോന്നുന്നു. കാരണം അവൾ ഇയാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെല്ലാം പെരുമാറുന്നതെന്ന് ഓർത്തിട്ട്. നായകന്റെ മകൻ ഒരു പലചരക്ക് കട നടത്തുന്നുണ്ടായിരുന്നു. നായകൻ കുറച്ചേരം കഴിഞ്ഞിട്ട് അവിടേക്ക് വരുവാണ്. ഈ
ഈ സമയം ആ കടയില് അവിടുത്തെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. മകൻ അവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് എത്തി. അവൾ അനുവാദം ഇല്ലാതെ അവളുടെ ശരീരത്ത് തൊടുവാണ്. ഈ സമയം അതിൽ ദേഷ്യം വന്ന ആ പെണ്ണ് അയാളുടെ കൈ തട്ടി മാറ്റുന്നു. എന്നിട്ട് അയാളെ എന്തോ വഴക്ക് പറയാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും അവിടേക്ക് കറക്റ്റ് ആയിട്ട് നായകന്റെ മകൻ വരുന്നു. അവൻ കേൾക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ സമയം ആ ലേഡി അത് നിർത്തുന്നു. ഈ സമയം നായകൻ ഒന്ന് പേടിക്കുന്നു. ഈ കാര്യങ്ങളെ പറ്റി ആ ലേഡി മകനോട് എന്തെങ്കിലും പറഞ്ഞാലൊന്നും വിചാരിച്ച്. എന്നാൽ അവളൊന്നും പറയുന്നില്ല. അതിനുശേഷം കടയെല്ലാം പൂട്ടി അച്ഛനെയും കൂട്ടിക്കൊണ്ട് മകൻ വീട്ടിലേക്ക് നടന്നു പോവാണ്. അച്ഛ, പണത്തിന്റെ കാര്യം ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട്, എത്രയും വേഗം നമുക്ക് ഓപ്പറേഷൻ നടത്താമെന്ന് ഈ സമയം മകൻ അച്ഛനോട് പറയുന്നു. ഈ സമയം നായകൻ പറയുവാണ്, ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എന്റെ ഷുഗർ ലെവലിൽ നോർമൽ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങണമെന്ന്. അങ്ങനെ അയാൾ അടുത്ത ദിവസം രാവിലെ മകനെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. എന്നിട്ട് ഷുഗർ നോർമൽ ആക്കാൻ വേണ്ടി ഇൻസുലിൻ ട്രീറ്റ്മെന്റ് എല്ലാം എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അങ്ങനെ അതിന്റെ മരുന്നെല്ലാം വാങ്ങി മകനാണെങ്കിൽ അയാളെ ബസ്സിൽ കയറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ബസ്സിൽ കയറി പോകുന്ന സമയത്ത് അയാൾ ഇരിക്കുന്നത് സ്ത്രീകളുടെ സീറ്റിലാണ്. കുറച്ചേരം കഴിഞ്ഞൊരു പെണ്ണ് കയറുമ്പോൾ അവൾ അയാളോട്, ചേട്ടാ ഇത് സ്ത്രീകളുടെ സീറ്റാ, ഒന്ന് പുറകിലേക്ക് ഇരിക്കാവൻ ചോദിക്കുന്നു. ഇത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്ക് മാറാൻ സൗകര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആ പെണ്ണിനോട് ദേഷ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ആ പെണ്ണിന് ദേഷ്യം വരുവാണ്. ചേട്ടാ, ചേട്ടനോട് ഞാൻ മാനിയായിട്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞത്, അവൻ മര്യാദയ്ക്ക് ചേട്ടൻ എന്നോട് സംസാരിച്ചാൽ പോലെ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെയല്ല ആ പെണ്ണ് ചോദിക്കുന്ന സമയം അയാൾ വീണ്ടും ആ പെണ്ണിനോട് റഫ് ആവുന്നു. ഇതിലാകെ പൊളിയുന്ന ആ പെണ്ണ്, കണ്ടക്ടർ ഇയാളുടെ പെരുമാറ്റം നിങ്ങൾ കണ്ടില്ലേ, പ്രായമുള്ള ആളല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് സൗമ്യമായിട്ട് സംസാരിച്ചപ്പോ അയാൾ എന്റെ തലയിൽ കയറാൻ വരുക, വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്, ഇതിന് ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അവളിപ്പോ കണ്ടക്ടറോട് പറയുന്നു. ഈ സമയം കണ്ടക്ടർ ആണെങ്കിൽ പ്രശ്നമൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ നായകനെ നോക്കി, ചേട്ടാ ഒന്ന് പുറകിലേക്ക് ഇരിക്കുവോ, വെറുതെ എന്താ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ സമയം നായകൻ കണ്ടക്ടറോടും ചൂടാവുകയാണ്. എടോ, ആണുങ്ങളുടെ ഭാഗത്ത് നിൽക്കടോ, അല്ലാതെ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് എന്നോട് ചാടാൻ വരല്ലേ. അങ്ങനെ നായകന്റെ ഈ ചൊറിഞ്ഞ സംസാരം കേൾക്കുന്ന സമയത്ത് കണ്ടക്ടർക്കും ദേഷ്യം വരുന്നു. അങ്ങനെ അയാൾ വണ്ടി നിർത്തിച്ച് നായകനെ അവിടെ തന്നെ ഇറക്കി വിട്ടിട്ട് പോകുന്നു. അങ്ങനെ ആ ഫ്രസ്ട്രേഷന്റെ പുറത്ത് അയാൾ നേരെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തുന്ന സമയം വീടിന്റെ പുറത്ത് ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡില് മരുമകളുടെ ചെരുപ്പ് മുകളിലിരിക്കുന്നത് അയാൾ കാണുവാണ്. അങ്ങനെ ഈ നിസാര കാര്യത്തിൽ വരെ ദേഷ്യം വന്നിട്ട് അയാളാണെങ്കിൽ അയാളുടെ ഭാര്യനെ വിളിക്കുന്നു. എന്നിട്ട് ഈ കാര്യത്തിനെ പറ്റി ചോദിച്ച് ഭാര്യനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇത് കേട്ടോണ്ട് അവിടേക്ക് മരുമകൾ വരുന്നു. അങ്ങനെ കാര്യം ഇതാണെന്ന് മനസ്സിലാക്കുന്ന അവള്, ഈ നിസാര കാര്യത്തിന് അച്ഛനെന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ, ഇതിന് അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നു. സ്ത്രീകൾ തന്നെ എന്നും പുരുഷന്മാരുടെ താഴെയായിരിക്കണം, അങ്ങനെയുള്ളപ്പോ നിനക്ക് എങ്ങനെ പുരുഷന്മാരുടെ ചെരുപ്പിനേക്കാൾ മുകളില് നിന്റെ ചെരുപ്പ് വെക്കാൻ കഴിയും? ഇങ്ങനെയെല്ലാം ചോദിച്ചുകൊണ്ട് അയാൾ അവളുടെ ചെരുപ്പ് തട്ടി കളയുന്നു. എന്നിട്ട് അയാളുടെ ചെരുപ്പ് അവിടെ വെച്ചിട്ട് അയാൾ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം മരുമകൾക്ക് അയാളോട് അത്രയ്ക്കും ദേഷ്യം തോന്നുന്നു. അങ്ങനെ ആ സീനോട് കട്ടയാന്ന് രാത്രി കാണിക്കുന്നു. ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങിയായിരുന്നല്ലോ അവര്. അങ്ങനെ ഇപ്പൊ രാത്രി സമയത്ത് മരുന്ന് സിറിഞ്ചിലാക്കി മകനാണ് അയാൾക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സൂചി ശരീരത്തേക്ക് കുത്തുന്ന സമയത്ത് അയാൾക്കാണെങ്കിൽ വേദന എടുക്കുന്നു. അങ്ങനെ അയാൾ വേദനിക്കുന്നത് കണ്ടിട്ട് അയാളുടെ മരുമകൾ സന്തോഷിക്കുന്നു. ഇത്രയൊക്കെ ചെയ്യുന്ന ഇയാൾക്ക് ഇതുപോലുള്ള ചെറിയ വേദനകളെങ്കിലും കിട്ടട്ടെ എന്നാണ് അവൾ ആലോചിക്കുന്നത്. അങ്ങനെ ആ സീനോട് കട്ടയ അടുത്ത ദിവസം രാവിലെ നായകൻ അവരുടെ കടയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടുത്തെ ജോലിക്കാരനോട്, ഇന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വരാം, കതവ് തുറന്നിടണേ എന്നൊക്കെ പറഞ്ഞ് പോവാണ്. എന്നാൽ ലേഡിക്കാണെങ്കിൽ ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അയാളാണെങ്കിൽ നൈസായിട്ട് ആ ലേഡിന്റെ വീട്ടിലേക്ക് ഇറങ്ങുവാണ്. അയാൾ വരുന്നതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ലേഡി നേരത്തെ തന്നെ വാതിലെല്ലാം അടച്ച് പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ വന്ന് കുറെ നേരം വാതിൽ തട്ടി നോക്കുവാണ്. എന്നിട്ട് റെസ്പോണ്ട് ഒന്നും കിട്ടാതാവുന്ന സമയത്ത് അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം അയാൾ കടയിലേക്ക് ചെന്നിട്ട് ആ ലേഡിനോട് ഇന്നലെ വാതിൽ തുറക്കാത്തതിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇതിൽ ദേഷ്യം വരുന്ന ലേഡി അവരുടെ ഒരു ബന്ധുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ അവരുടെ ബന്ധു വന്ന് ഈ കാര്യങ്ങളെല്ലാം നായകന്റെ മകനെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നായകന്റെ മകനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് അവൻ പറയുന്നത്. നിന്റെ അച്ഛൻ ചെയ്യൂല്ല എന്നുള്ള കാര്യം അയാളെ കൊണ്ട് ഞങ്ങൾ പറയിച്ചോളാം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നായകന്റെ അച്ഛനെതിരെ അവർ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു കംപ്ലൈന്റ് കിട്ടുന്നുണ്ട് പോലീസുകാർ അത് അന്വേഷിക്കാൻ വേണ്ടി അവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ നായകൻ അച്ഛനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം അവരുടെ മുമ്പിൽ വെച്ച് പോലീസുകാരെ ലേഡിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അയാൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ലേഡി പറയുവാണ്. ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാര് ഈ വയസ്സിൽ തനിക്ക് എന്നത്തിന്റെ കുഴപ്പമാണോ കിളവാന്നൊക്കെ ചോദിക്കുന്നു. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഭാവമെങ്കിൽ പിടിച്ച് ലോക്കപ്പിൽ ഇടുമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ പേടിപ്പിക്കുന്ന സമയം, ഇല്ല സാർ, എനിക്ക് മര്യാദയ്ക്ക് കണ്ണുപോലും കണ്ടുകൂടാ, എനിക്ക് തിമിരമാണ്, ശരിക്കും കണ്ണു കാണാത്തോണ്ട് കടയിലേക്ക് വന്ന സമയത്ത് അന്ന് ഈ പെണ്ണിന്റെ മേത്തന്റെ കൈ തട്ടിപ്പോയതാണ്, അല്ലാതെ അവളെ കയറി പിടിച്ചതോ അത് വേണമെന്ന് വെച്ച് ചെയ്തതൊന്നുമല്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായകൻ ആ വിഷയത്തിൽ നിന്ന് നൈസായിട്ട് വരുന്നു. ഇനി ഇങ്ങനെ ചെയ്യില്ലെന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് കൊടുത്ത് പോലീസുകാർ അവരെ വിടുകയും ചെയ്യുവാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നായകൻ മകനോട് പറയുവാണ്, മോനെ, ഞാൻ അങ്ങനെയൊന്നും അവളോട് ചെയ്തിട്ടില്ല, ആ പെണ്ണ് തെറ്റിദ്ധരിച്ച് എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പോലീസിനോട് പറഞ്ഞതാണ്. ഇതെല്ലാം കേൾക്കുന്ന മകൻ അച്ഛനോടുള്ള വിശ്വാസം കൊണ്ട് അയാൾ പറയുന്നതെല്ലാം കേൾക്കുന്നു, അതെല്ലാം വിശ്വസിക്കുന്നു. പ്രൊഡ്യൂസർമാരെ കണ്ടിട്ട് മൂവിന്റെ കാര്യങ്ങളൊന്നും അവനാണെങ്കിൽ ശരിയാവുന്നില്ലായിരുന്നു. അതിന്റെ ടെൻഷനും പിന്നെ അച്ഛന്റെ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഈ ടെൻഷനും എല്ലാം കൂടിയായിട്ട് അവന് ശരിക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണ്. അങ്ങനെ അവൻ ഈ വിഷമമെല്ലാം വന്ന് പറയുന്നത് അവന്റെ വൈഫിനോടായിരുന്നു. അവന്റെ വൈഫ് നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. അറ്റ്ലീസ്റ്റ് അച്ഛന്റെ ഓപ്പറേഷനെങ്കിലും ഒന്ന് കഴിയുമായിരുന്നെങ്കിൽ അത്രയും സമാധാനമായിരുന്നു അവൻ പറയുന്ന സമയം അമ്മായിച്ചനോട് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിലും ഭർത്താവിന്റെ ആഗ്രഹം നടക്കട്ടെ, അവന്റെ പാതി ടെൻഷനെങ്കിലും കുറയട്ടെ എന്നുള്ള രീതിയിൽ അവന്റെ വൈഫ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണവും അവളുടെ സ്വർണ്ണവും എല്ലാം അവന് കൊടുക്കുന്നു. എന്നിട്ട് ഇത് വെച്ച് അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ പറയുവാണ്. അങ്ങനെ മകൻ അത് വെച്ച് അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു.
തുടങ്ങുന്നു. അങ്ങനെ വിചാരിച്ച പോലെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുവാണ്. അന്ന് രാത്രി മകൻ ഒരുപാട് സന്തോഷമാവുകയാണ്. അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പുറത്താണ് അവൻ ഉറങ്ങുന്നത്. ഇതെല്ലാം കാണുന്ന സമയത്ത് അവന്റെ വൈഫ് ഒരുപാട് സന്തോഷിക്കുന്നു. അടുത്ത ദിവസം നായകനാണെങ്കിൽ പാതിരാത്രി വെള്ളം കുടിക്കാൻ വേണ്ടി ഹാളിലേക്ക് വരുവാണ്. ഈ സമയം മകന്റെ റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് അയാൾ ആ റൂമിനടുത്തേക്ക് ചെല്ലുന്നു. റൂമിലെ നായകന്റെ മകനും വൈഫും കൂടി റൊമാൻസ് ചെയ്യുമായിരുന്നു. അതിന്റെ സൗണ്ടുകളാണ് അയാൾ കേട്ടത്. അങ്ങനെ അവിടേക്ക് എത്തുന്ന അയാള് വാതിൽ പഴുതിലൂടെ ആ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു നോക്കുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് മകന്റെ വൈഫാണെങ്കിൽ കഥക് തുറന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുവാണ്. ഇത് കാണുന്ന അയാള് പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് അയാളുടെ തോളിൽ കിടന്നിരുന്ന അയാളുടെ തോർത്ത് താഴെ വീണു പോകുന്നുണ്ട്. അങ്ങനെ മുറുക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്ന മകന്റെ ഭാര്യ ഇത് കണ്ടിട്ട് ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ആലോചിക്കുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്ത നായകന്റെ കണ്ണിന്റെ കാഴ്ച വീണ്ടും മങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ നായകൻ ചെന്നിരുന്ന് മകനോട് പറയുന്ന സമയം മകൻ നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് എത്തുന്നു. എന്നിട്ട് ഡോക്ടറോട് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ്. തിമിരത്തിന് ആദ്യം ചെയ്ത ഓപ്പറേഷൻ ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് കണ്ണിന്റെ കാഴ്ച വീണ്ടും മങ്ങാൻ തുടങ്ങുന്നത്. സോ ഇതിന് ഇനി ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യണം, ഇങ്ങനെ ഡോക്ടർ പറയുന്നു. ആദ്യത്തെ ഓപ്പറേഷന് അത്രയും പണമെല്ലാം കൊടുത്തതായോണ്ട് തന്നെ ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അധികം പണമൊന്നും കൊടുക്കണ്ട, എന്നാലും കുറച്ച് പണം അറേഞ്ച് ചെയ്യണം. അങ്ങനെ ഇപ്പം അത് നായകന്റെ മകൻ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അറേഞ്ച് ചെയ്യുവാണ്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നായകനെ അവിടെ അഡ്മിറ്റ് ആകുന്നു. ഈ സമയം അവിടെ നായകന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ഇത്രയും പ്രായമായെങ്കിലും കണ്ണുപോലും ശരിക്കും കാണത്തില്ലെങ്കിലും ആ നേഴ്സിനോടും അയാൾ തെറ്റായ രീതിക്കൊക്കെയാണ് പെരുമാറുന്നത്. കാരണം അയാൾക്ക് ശരിക്കും കണ്ണ് കാണാത്തോണ്ട് ആ നേഴ്സ് അയാളെ പിടിച്ച് വാഷ്റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയം അവളുടെ ശരീരത്ത് അയാൾ തെറ്റായ രീതിയിൽ ടച്ച് ചെയ്യുകയും മോശപ്പെട്ട രീതിയിൽ അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിൽ ദേഷ്യം വരുന്ന ആ നേഴ്സ് ഇനി വാഷ്റൂമിൽ പോകേണ്ടപ്പോൾ താൻ ഒറ്റയ്ക്ക് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ വിട്ടിട്ട് പുറത്തേക്ക് പോവാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാടിയെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് പോകുന്ന സമയം അയാൾ അവിടെ തെന്നി വീഴുന്നുണ്ട്. അപ്പോഴും പാവം തോന്നിയിട്ട് ആ നേഴ്സ് വന്നിട്ടാണ് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങേക്കുന്ന അതേ സമയത്ത് നായകന്റെ മകന്റെ വൈഫ് അവരുടെ കടയിലേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി ചെല്ലുവാണ്. ഈ സമയം കടയിൽ വർക്ക് ചെയ്യുന്ന ലേഡി നായകന്റെ യഥാർത്ഥ സ്വഭാവമെല്ലാം, അതായത് നായകൻ അവരോട് ചെയ്ത കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് നായകന്റെ മരുമകൾ ആകെ ഷോക്കാവുകയാണ്. ഈ സമയത്ത് അവൾക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നു. കഴിഞ്ഞ ദിവസം അവൾ റൂമിന് പുറത്തേക്ക് വന്ന സമയം റൂമിന് മുമ്പിലായിട്ട് നായകന്റെ ഒരു തോർത്ത് കിടന്ന് അവൾക്ക് കിട്ടിയില്ലായിരുന്നോ? അത് അവിടെ എങ്ങനെ വന്നു എന്ന് അവൾ ആ സമയം ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ. റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വന്ന സമയത്ത് അമ്മായിച്ചന്റെ കയ്യിൽ നിന്ന് അത് അവിടെ വീണു പോയതാണെന്നുള്ള കാര്യം അവൾക്ക് ഇപ്പോഴാണ് കണക്ട് ആയത്. അങ്ങനെ അന്ന് രാത്രി നായകന്റെ മകൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾ ഈ കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം അമ്മായിച്ചൻ നമ്മുടെ റൂമിൽ ഒളിഞ്ഞു നോക്കിയായിരുന്നു എന്നുള്ള കാര്യവും അവൾ ഷെയർ ചെയ്യുവാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അവൻ അച്ഛനോടാണെങ്കിൽ ഭയങ്കര ദേഷ്യം തോന്നുന്നു. അങ്ങനെ എന്തായാലും അറിഞ്ഞ കാര്യം വെച്ചോണ്ടിരിക്കുന്നില്ല, ഇപ്പൊ തന്നെ അച്ഛനോട് ചോദിക്കണം എന്നുള്ള രീതിയിൽ അവൻ നേരെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രിയിലേക്ക് വരുന്നു. എന്നിട്ട് അയാളോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. സ്വന്തം മകനോടും മരുമകളോടും ഇങ്ങനെല്ലാം ചെയ്ത താൻ എന്തൊരു വൃത്തികെട്ടവനാണ്. തന്റെ കണ്ണ് ശരിയാക്കാൻ വേണ്ടി എനിക്കതിനുള്ള പണത്തിനുള്ള ഏർപ്പാടാക്കി തന്നത് എന്റെ ഭാര്യയാണ്, അത് തനിക്കറിയാവോ? അങ്ങനെയുള്ള ഞങ്ങളുടെ കിടപ്പറയിലേക്കാണ് നിങ്ങൾ ഒളിഞ്ഞു നോക്കിയത്, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഒന്നുമില്ലേലും നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ, അതെങ്കിലും നിങ്ങൾ ആലോചിക്കണ്ടേ? ഇനി എനിക്കെന്തായാലും ഇങ്ങനൊരു അച്ഛനില്ല, ദൈവീത് എന്റെ മുമ്പിലേക്ക് ഇനി വരാൻ നിൽക്കരുത്, നിങ്ങളുമായിട്ട് ഇനി എനിക്കൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ മകൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ സമയം മകൻ ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ട് അയാൾ ഒരുപാട് സങ്കടപ്പെടുവാണ്. അയാളുടെ ജീവിത സാഹചര്യങ്ങളാണ് അയാളുടെ ക്യാരക്ടർ ഇങ്ങനെയെല്ലാം ചേഞ്ച് ആക്കിയത്. ചെറുപ്പം മുതൽ അയാൾ ചെയ്യുന്ന തെറ്റിനല്ല അയാളുടെ അമ്മ അയാൾക്ക് വേണ്ട പണിഷ്മെന്റ് കൊടുത്ത് അയാളെ തിരുത്തി കൊണ്ടുവന്നിരുന്നെങ്കിൽ അയാൾ ഇന്നത്തെ പോലെ ഇത്ര വൃത്തികെട്ടവനായി മാറില്ലായിരുന്നു. അങ്ങനെ താൻ എത്രത്തോളം വലിയ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് അയാൾ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ആ സീനോട് കട്ടായി അവിടുന്ന് 2-3 ദിവസം കഴിയുന്നു. ഇപ്പൊ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് എത്തുവാണ്. അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടതിന് ശേഷം ഭാര്യനെയും കുട്ടീനെയും കൂട്ടി വേറെ ഏതെങ്കിലും വീടെടുത്ത് മാറാമെന്നാണ് മകൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ വീട്ടിലേക്ക് എത്തുമ്പോ തന്നെ മരുമകളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് അയാളെ പൊട്ടിക്കരയുന്നു. എന്നിട്ട് അവളോട് പറയുവാണ്, ഇത്രയും നാളും സ്ത്രീകളെക്കാൾ ഉയർന്നത് പുരുഷന്മാരാണെന്ന് ആലോചിച്ചിരുന്ന ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. അതിന്റെ പേരിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ എന്റെ ആ തെറ്റിദ്ധാരണയല്ല ഇന്ന് എനിക്ക് മാറിക്കിട്ടി. എന്റെ തെറ്റുകളെല്ലാം ഞാൻ മനസ്സിലാക്കി. ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. അതുപോലെ ചെയ്തു പോയതിനെല്ലാം ഞാൻ മാപ്പും ചോദിക്കുന്നു. അങ്ങനെ അയാൾ ചെയ്ത തെറ്റുകളെല്ലാം അയാളെ സ്വയം തിരിച്ചറിഞ്ഞ് അയാളുടെ ക്യാരക്ടർ ചേഞ്ച് ആക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഈ മൂവി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.